ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സവാള ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. പുഴുങ്ങിയ മുട്ട ഞാൻ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. ഇതുപോലെ കട്ടിയുള്ളൊരു ബാറ്റർ ആക്കി എടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാവ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ മെല്ലെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഈ സ്നാക്ക് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ അരിപ്പൊടി ചേർത്താലേ ഇതിനൊരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.